എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഗിന്നസ് മത്സരാജ് ആചാര്യാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടാവില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ. അവരെ കണ്ടു നോക്കിയിട്ടുണ്ടോ? അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ശരിക്കും ശ്രദ്ധിക്കണം, അവരെ ഒബ്സർവ് ചെയ്യണം. അവരെന്ന് പറയുന്നത് വെള്ള കടലാസ് പോലെയാണ് കൊച്ചു കുട്ടികളെന്നാണ് പറയുന്നത്. ആ വെള്ള കടലാസിൽ കുത്തിവരവുകൾ വേണോ വടിവത്ത അക്ഷരങ്ങൾ വേണോ എന്ന് തീരുമാനിക്കുക ആരാന്നറിയോ? മാതാപിതാക്കളാണ്. മാതാപിതാ ഗുരു ദൈവം. അപ്പം അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ കിളിക്കൊഞ്ചലുകൾ കേൾക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനുമുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. ആദ്യത്തെ രക്ഷിതാവ് എന്ന് പറയുന്നത് അമ്മയും, പിന്നീട് അച്ഛനും, പിന്നീട് ഗുരുനാഥനും, പിന്നീട് ദൈവത്തിൻ്റെ കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരാചാരം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഈ നാടിനെ നയിക്കേണ്ട ആളുകൾ ആ കുട്ടികളാണ്. അപ്പോൾ അവരുടെ ബ്രെയിനിലേക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ശരിയായ ഒരു വിശകലനം രക്ഷിതാക്കൾ നടത്തണം. ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ പോലും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ പോലും ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. ആ കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് നൽകിയ, അതായത് ഞാനെന്ന് പറയുന്ന ഒരു വൈറ്റ് ബോർഡിൽ കുത്തിവരകളിടാതെ നല്ല വാക്കുകൾ ചെവിയിൽ ഓതി തന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ന് അവരുടെ ബ്ലാങ്ക് ബ്രെയിനിൽ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് നന്മ നിറഞ്ഞൊരു ലോകത്തെക്കുറിച്ച്, നന്മ നിറഞ്ഞ മനുഷ്യരെക്കുറിച്ച്, നന്മ നിറഞ്ഞൊരു മനസ്സിനെക്കുറിച്ച് മാത്രം ക്ലാസ് കൊടുക്കുക. ഈ ലോകം തിന്മകളാലല്ല സമൃദ്ധം, നന്മകളാണ് സമൃദ്ധം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതിന് കുട്ടികളെ കേൾക്കണം. കുട്ടികളെ റൂട്ട് തെറ്റുന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിലെ കൊച്ചു കുഞ്ഞിലെ അവർക്ക് ഗൈഡ് ലൈൻ കൊടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കുട്ടികൾ നമുക്ക് എന്നും കൊച്ചു കുഞ്ഞുങ്ങൾ പോലെ തന്നെ ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞും പഠിച്ചും അനുഭവിച്ച ആ എക്സ്പീരിയൻസ് വെച്ച് കൊണ്ടുവേണം നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാൻ. നോക്കൂ, കുട്ടികൾ എന്ന് പറയുന്നത് പ്രായത്തെയല്ല, അവരെത്ര പ്രായമായാലും 90 വയസ്സായ ഒരു അച്ഛനും ഒരു അമ്മയാണെങ്കിൽ അവർക്ക് 80 വയസ്സായ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരെന്നും കുട്ടികളാണ്. അപ്പോൾ ആ 20 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത, അതിനേക്കാൾ കൂടുതൽ നമ്മൾ വർഷം പഠിച്ചെടുത്ത കാര്യങ്ങൾ, ലോകത്തിൻ്റെ സ്വഭാവം ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. സോ ദെയർ ലൈഫ് ഈസ് ലൈറ്റിംഗ്. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.